എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ പോർഷനായിട്ടുള്ള ജീൻ എഡിറ്റിങ്ങിൻ്റെ ഒരു എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളൊരു ക്വിക്കായിട്ടാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ജീൻ എഡിറ്റിങ് ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ എന്തായാലും 1-2 ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ജീൻ എഡിറ്റിംഗ്? വാട്ട് ഈസ് ജീൻ എഡിറ്റിംഗ്? ജീൻ എഡിറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഡിസൈർഡ് ചേഞ്ചസ് ടു ദ സർട്ടൻ ജീൻസ് ഇൻ DNA. അതായത് DNA-യിലെ ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ DNA-യിലെ ജീനുകൾ വെച്ചിട്ടാണ് ഓരോരോ സ്വഭാവങ്ങൾ വരുന്നത്, ചില അസുഖങ്ങൾ വരുന്നത് അല്ലേ. അപ്പോൾ ആ അസുഖങ്ങൾ വരുന്ന ഭാഗം മാറ്റി കൃത്യമായിട്ടുള്ള ഇത് നമ്മൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് ആ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് സാധിക്കുമല്ലോ. അതിനെയാണ് നമ്മൾ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. DNA-യിലെ ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ജീൻ എഡിറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഡിസൈർഡ് ചേഞ്ചസ് ടു ദ സർട്ടൻ ജീൻസ് ഇൻ DNA. ഇനി എന്ത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ജീൻ എഡിറ്റിംഗ് നടത്തുന്നത് എന്ന്. എക്സാമ്പിൾ ഓഫ് എ ടെക്നോളജി യൂസ്ഡ് ഫോർ ജീൻ എഡിറ്റിംഗ്. ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്, അത് ഏതെങ്കിലും ഒരെണ്ണം, അതാണ് നിങ്ങളുടെ സ്കൂൾ ടെക്സ്റ്റിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്, അത് പഠിക്കാം. എന്താ CRISPR-Cas9 എന്ന് പറയുന്നത് ഉദാഹരണം. എക്സാമ്പിൾ ഓഫ് ടെക്നോളജി യൂസ്ഡ് ഫോർ ജീൻ എഡിറ്റിംഗ്. ജീൻ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി CRISPR-Cas9. പിന്നെ ഹു വെയർ അവാർഡഡ് ദ 2020 നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഫോർ ഡെവലപ്പിംഗ് CRISPR-Cas9 ടെക്നോളജി. നോബൽ പ്രൈസ് കിട്ടിയതാർക്കാ? CRISPR-Cas9 ടെക്നോളജി 2020 നോബൽ പ്രൈസ് കിട്ടിയതാർക്കാ? ജെനിഫർ എ ഡോണ്ട ആൻഡ് ഇമ്മാനുവൽ കാർപെൻറ്റർ. ഈ പേര് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ ഒക്കെ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം. പിന്നെ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ജീൻ എഡിറ്റിംഗ് യൂസിങ് CRISPR-Cas9 മെത്തേഡ്? എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് ഗുണങ്ങൾ? ജീൻ എഡിറ്റിന്റെ സാധ്യതകൾ, ഉപയോഗങ്ങൾ. ജീൻ എഡിറ്റിംഗ് ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ജീൻ എഡിറ്റിംഗ് ഉപകരിക്കും. അപ്പൊ നമുക്ക് അസുഖങ്ങൾ ആരോഗ്യ മേഖലയിലും കൃഷി അഗ്രികൾച്ചറിന്റെ മേഖലയിലുമാണ് കൂടുതലായിട്ട് അത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ. ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു മേക്ക് റെവല്യൂഷണറി അഡ്വാൻസസ് ഇൻ ജനറ്റിക് ഡിസീസ് തെറാപ്പി, ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ ആൻഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഡിസീസ് ആൻഡ് പെസ്റ്റ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഓഫ് ക്രോപ്സ്. ഇത്രയും എന്തായാലും ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ച് പഠിക്കണം കേട്ടോ. ഇതൊരു ഷോർട്ട് നോട്ട് ആയിട്ടുള്ളതാണ്. നോട്ട് ചെയ്യുക, എഴുതി വെക്കുക, എവിടെയെങ്കിലും എഴുതി വെക്കുക, ഡെഫിനിഷൻസ് ആയിട്ടുള്ളത് പഠിക്കുക. ഓക്കെ, ദിവസവും ഒരു 1-2 പ്രാവശ്യം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇത് പഠിച്ചോളും. എത്രയാ? 4 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. അത് എന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഇങ്ങനെയുള്ള ക്വിക്കായിട്ടുള്ള റിവിഷൻ ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.